HS മാസ് വേൾഡിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ പെയർ ഓഫ് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിലെ 14ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ ഒരു പ്രോബ്ലം ആണ്. നോക്കുക, പ്രോബ്ലം എങ്ങനെയാണ്. ഔട്ട് ഓഫ് ടു നമ്പേഴ്സ് when larger is divided by smaller, the quotient and remainder we got 2. When 5 times the smaller is divided by larger, the remainder and the quotient we got 2. Find the numbers. ചോദ്യം ഇതാണ്. രണ്ട് സംഖ്യകൾ, ഒരെണ്ണം വലുത് ഒരെണ്ണം ചെറുതാണ്. ഒരു വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഹരണഫലവും ശിഷ്ടവും രണ്ട് തന്നെയായിരിക്കും. ഇനി പറഞ്ഞിരിക്കുന്നത് 5 മടങ്ങ്, അതായത് 5 times the smaller, ചെറിയ സംഖ്യയുടെ 5 മടങ്ങിനെ വലിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെയും കോഷ്യന്റും റിമൈൻഡറും 2 എന്ന് കിട്ടും. അതായത് ഹരണഫലവും ശിഷ്ടവും കിട്ടും. ഈ രണ്ട് കണ്ടീഷൻ വെച്ച് ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യുമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കണം? രണ്ട് നമ്പേഴ്സ് ആണ് വേണ്ടത്. നമ്പേഴ്സ് ബി എക്സ് ആൻഡ് വൈ. അപ്പോൾ എക്സും വൈ ആണ് നമ്പർ എടുക്കുക. അതിൽ ഒരെണ്ണം വലുതാണ്. ലെറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ. രണ്ട് സംഖ്യകൾ, ഒന്ന് എക്സും ഒന്ന് വൈയും. അതിൽ എക്സ് വലുതാണെന്ന് വിചാരിക്കുക. എക്സ് വലുതാണെന്ന് വിചാരിക്കുക. ഇനി ആദ്യത്തെ കണ്ടീഷൻ അപ്ലൈ. ആദ്യത്തെ കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? വലിയ സംഖ്യ എക്സ്, എക്സിനെ വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എക്സിനെ വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യന്റ് ആയിട്ട് 2 കിട്ടും, റിമൈൻഡർ 2 കിട്ടും. അപ്പോൾ സംഖ്യ ഏത്? സംഖ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോഷ്യന്റും ഡിവൈസറും, അതായത് 2 into y ഈക്വൽ, അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ കൂടെ റിമൈൻഡർ കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും. എക്സിനെ വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കോഷ്യന്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ എക്സിന് വൈ 2 പ്രാവശ്യം, അപ്പോൾ 2y കൂടാതെ 2 റിമൈൻഡറും ഉണ്ട്. അപ്പോൾ 2y + 2 ആയിരിക്കും എക്സ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 2y + 2. ഫസ്റ്റ് കണ്ടീഷൻ നമുക്ക് കിട്ടുന്നതാണ് എക്സ്. അതായത് എക്സ് എന്ന് പറയുന്നത് വൈയുടെ 2 മടങ്ങിനേക്കാൾ 2 കൂടുതൽ. കാരണം കോഷ്യന്റും 2 റിമൈൻഡറും 2 എക്സിനെ വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. അപ്പോൾ വൈ 2 പ്രാവശ്യം പൂർണ്ണമായിട്ടും ബാക്കി 2 ഉണ്ട്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 2y + 2. ഒന്നാമത്തെ കണ്ടീഷൻ. അത് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ എന്ന് വിളിക്കാം. ഈ രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? രണ്ടാമതൊരു കണ്ടീഷൻ എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ സംഖ്യ, അതായത് ചെറിയ സംഖ്യയായ 5y, ചെറിയ സംഖ്യയുടെ 5 മടങ്ങായ 5y എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ചെറിയ സംഖ്യയുടെ 5 മടങ്ങിനെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, വലിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യന്റ് 2 തന്നെ, റിമൈൻഡർ 2. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടും 5y എന്ന് പറയുന്നത് 2 into x + 2. അപ്പോൾ 5y is equal to 2x + 2. So we got a second equation. അപ്പോൾ രണ്ട് കണ്ടീഷനാണ്. ഒന്നാമത്തെ കണ്ടീഷനിൽ നിന്ന് നമുക്ക് x = 2y + 2 എന്ന് കിട്ടി. രണ്ടാമത്തെ കണ്ടീഷനിൽ നിന്ന് 5y = 2x + 2 കിട്ടി. ഈ രണ്ട് ഇക്വേഷൻ കൂടി സോൾവ് ചെയ്യാം. എക്സ് വൈയും കണ്ടുപിടിക്കും. അപ്പോൾ ഒരു എളുപ്പവഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ x = 2y + 2 എന്ന് കിട്ടിയിട്ടുണ്ടല്ലോ. ഇവിടെ ഈ എക്സിന്റെ സ്ഥാനത്ത് 2y + 2 എന്ന് കൊടുക്കുക. അപ്പോൾ 5y = 2x + 2 എന്നതിൽ x is replaced by 2y + 2. അതായത് x 2y + 2 ആണ്. അപ്പോൾ 2y + 2 എന്ന് കൊടുക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? എക്സിന്റെ സ്ഥാനത്ത് 2y + 2 കൊടുത്തു. അപ്പോൾ 5y = 2 into 2y + 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 into 2y 4y എന്നും 2 into 2 4 എന്നും എടുക്കാം. അപ്പോൾ 5y is equal to 4y + 4 + 2. 4 + 2 6 എന്ന് എഴുതാം. അപ്പോൾ 5y is equal to 4y + 6. 5y = 4y + 6 കിട്ടും. അപ്പോൾ ഈ 4y നമ്മൾ ഇപ്പുറമായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ 5y - 4y = 6 എന്ന് എഴുതാം. അതായത് 5y എന്ന് പറഞ്ഞാൽ 4y + 6 ആണെങ്കിൽ 5y എന്ന് 4y കുറച്ചാൽ കിട്ടുന്നതായിരിക്കും 6. അതായത് 4y = 6 എന്ന് കിട്ടും. അപ്പോൾ y എന്ന് പറഞ്ഞാൽ ഏതാണ്? ഒരു സംഖ്യ. ഇനി വലിയ സംഖ്യ ഏതാണ്? എക്സ്. 2y + 2 ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് 1 എന്ന ഇക്വേഷനാണ്. x = 2y + 2. അപ്പോൾ 1 ആ എക്സിന്റെ വൈയുടെ സ്ഥാനത്ത് 6 കൊടുക്കുക. അപ്പോൾ 2 into 6 + 2 എന്ന് കിട്ടും. 2 into 6 + 2. അത് 1 എന്ന ഇക്വേഷൻ ഇതാണ്. 2y + 2. അപ്പോൾ 2 into 6 + 2. 2 into 6 എന്ന് പറഞ്ഞാൽ 12 ആണ്. 12 + 2 എന്താണ്?
12 പ്ലസ് 2 എന്ന് പറയുന്നത് 14 എന്ന് കിട്ടും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 14 ആണ്. അപ്പോൾ y 6 എക്സ് 14. അപ്പോൾ ഏതൊക്കെയാണ് രണ്ട് നമ്പേഴ്സ്? ഒരു നമ്പർ 6ഉം ഒരു നമ്പർ 14. അപ്പോൾ വലിയ സംഖ്യ 14, ചെറിയ സംഖ്യ 6. ഇനി ശരിയല്ലേ എന്ന് നോക്കുക. 14നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 14 6 2 പ്രാവശ്യമുണ്ട്. 2 6 are 12, ബാക്കി റിമൈൻഡർ 2 ഉണ്ട്. തിരിച്ച് ചെറിയ നമ്പറിന്റെ 5 മടങ്ങ് എന്ന് പറഞ്ഞാൽ 5 times 5 6 are 30. 30യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 14 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 30യിൽ 14 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 14 2s are 28. 2 പ്രാവശ്യം, ബാക്കി 2 ഉണ്ട്. ഇപ്പോൾ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ഉണ്ട്. അതുകൊണ്ട് ഈ കണ്ടീഷൻ അനുസരിച്ചുള്ള സംഖ്യകൾ ഒന്ന് 6ഉം ഒന്ന് 14ഉം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.